ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലിറ്റിൽ ഹാർട്ട്സ് എന്ന മൂവിയാണ്. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നായകനായ സിബിയുടെ ഒരു ഇൻട്രോ ആണ് കാണിക്കുന്നത്. സിബിയെ പ്രസവിച്ച ഉടനെ തന്നെ അവന്റെ അമ്മ മരിച്ചുപോയി. അവന്റെ അച്ഛനായ ബേബിയാണ് അവന് പിന്നീട് അമ്മയും അച്ഛനുമായി മാറിയത്. സിബിയുടെ അച്ഛൻ ബേബിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു ജോൺസൺ. ഏലത്തോട്ടം ഉൾപ്പെടെ ഒരുപാട് കൃഷിയുള്ള ജോൺസന്റെ പറമ്പിലെ എല്ലാ ജോലികളും പിന്നീട് ബേബിയാണ് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. ജോൺസന്റെ വൈഫ് അനിതയ്ക്കും ജോൺസണും 2 മക്കളാണുള്ളത്, ഷാരോണും ശോശയും. ഷാരോണിനെയും ശോശയും പോലെ തന്നെയാണ് അവർ സിബിയെയും കണ്ടിരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ ഷാരോൺ UK പോയി. ശോശയാകട്ടെ നാട്ടിൽ തന്നെ ഒരു ബൊട്ടീക്ക് നടത്തുകയാണ്. പറമ്പ് നോക്കി നടത്തിക്കൊണ്ടിരുന്ന ജോൺസണും ബേബിയാകട്ടെ കുറച്ച് പ്രായം കഴിഞ്ഞപ്പോഴേക്കും സിബിയെ എല്ലാ ജോലികളും ഏൽപ്പിച്ചു തുടങ്ങി. ഇപ്പോൾ ജോൺസന്റെ പറമ്പിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് സിബി ആയിരുന്നു. സിബിയുടെ അച്ഛൻ ബേബിക്കാകട്ടെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഒരു പ്രണയമുണ്ടായിരുന്നു. പാപ്പൻ എന്നൊരാളുടെ പെങ്ങളായിരുന്നു അത്. അവരുടെ പേര് സിസിലി എന്നാണ്. എന്നാൽ അവരുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് അവർക്കിപ്പോൾ ഒരു പെൺകുട്ടിയും ഉണ്ട്. പക്ഷെ അവരുടെ ഹസ്ബൻഡ് ആകട്ടെ അവരുമായിട്ട് ഒരുമിച്ചല്ല താമസം. അവർ രണ്ടുപേരും പിരിഞ്ഞു നിൽക്കുകയായിരുന്നു. അത് കാരണം ഇപ്പോൾ ബേബിയും സിസിലിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. അവർ ഇടയ്ക്കിടയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ കറങ്ങാൻ പോകാറുണ്ടായിരുന്നു. ഇതറിഞ്ഞ് ഈ സിസിലിയുടെ സഹോദരൻ പാപ്പനാകട്ടെ ദിവസവും ബേബിയോട് വന്ന് വഴക്കുണ്ടാക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും കറങ്ങാൻ പോയതറിഞ്ഞിട്ട് ഒരു ദിവസം പാപ്പൻ വീണ്ടും വീട്ടിലേക്ക് വരുന്നു. ബേബി പുറകുവശത്തൂടെ ഇറങ്ങി ഓടുന്നുണ്ട്. പോകുന്ന വഴി തന്നെ സിബിയെ വിളിച്ച് കാര്യം പറയുന്നു. സിബി അങ്ങനെ വന്ന് പാപ്പനോട് സംസാരിക്കുന്നു. എന്തൊക്കെ വന്നാലും സിസിലിയും ബേബിയും ഒന്നിക്കാൻ താൻ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് പാപ്പൻ പറയുന്നത്. സിസിലിയുടെ വിവാഹം കഴിഞ്ഞത് ജോയി എന്നൊരാളുമായിട്ടായിരുന്നു. അയാൾക്ക് മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം ഇടയ്ക്ക് നാട് വിട്ടുപോകും. കുറെ വർഷങ്ങൾക്ക് ശേഷം 1-2 ദിവസം തിരിച്ചു വരും, വീണ്ടും നാട് വിട്ടുപോകും. അതുകൊണ്ട് തന്നെ സിസിലിക്ക് അയാളുടെ കൂടെ ഒരു നല്ല കുടുംബജീവിതം നയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ ബന്ധം വേർപെടുത്തിയിട്ട് ബേബി വിവാഹം കഴിക്കാനാണ് സിസിലി ആഗ്രഹിക്കുന്നത്. പക്ഷേ ഡിവോഴ്സ് വാങ്ങണമെങ്കിൽ പോലും ജോയി നാട്ടിലെത്തണം. അയാൾ എവിടെയാണെന്ന് ആർക്കും തന്നെ അറിയില്ല. അതുകൊണ്ട് സമയം കിട്ടുമ്പോഴെല്ലാം ബേബി സിസിലിയുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകും. ഒരുമിച്ച് കുറെ നേരം സ്പെൻഡ് ചെയ്യും. അവരെ ഒരുമിച്ച് കാണുമ്പോഴെല്ലാം തന്നെ പാപ്പൻ ഓടിച്ചെന്ന് അവരുമായിട്ട് വഴക്കുണ്ടാക്കാൻ തുടങ്ങി. പാപ്പനെ കാണുമ്പോൾ അവർ ഏതെങ്കിലും വഴി ഓടി രക്ഷപ്പെടുക പതിവായിരുന്നു. പാപ്പൻ ഒഴിച്ച് അവിടെയുള്ള എല്ലാവരും തന്നെ ബേബിയും സിസിലിയും ഒരുമിക്കുന്നത് കാണാനാണ് ആഗ്രഹിച്ചിരുന്നത്. അതിനിടയ്ക്ക് അനിത സിബിയോട് പറയുന്നുണ്ട് ഷാരോണിന് വിവാഹപ്രായമായി എത്രയും പെട്ടെന്ന് അവനെ കെട്ടിക്കണമെന്ന്. അടുത്ത സീനിൽ നമ്മുടെ നായികയായ ശോശയാണ് കാണിക്കുന്നത്. അവൾ ഇപ്പോൾ ബൊട്ടീക്ക് നിർത്തിയിട്ട് വേറെന്തെങ്കിലും ബിസിനസ് നടത്തിയാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ബേബിക്കും സിബിക്കും ഇടയ്ക്ക് ഒരു അച്ഛൻ മകൻ എന്നതിനേക്കാൾ ഉപരി നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അച്ഛനെ എങ്ങനെയെങ്കിലും സിസിലിയെ കൊണ്ട് കെട്ടിക്കാൻ സിബി ആഗ്രഹിച്ചിരുന്നു. എന്നാൽ പാപ്പനെ കാണുമ്പോഴുള്ള ഈ ബേബിയുടെ പേടി ഇതുവരെയും മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പാപ്പൻ സിബിയെ അവരുടെ വീട്ടിലേക്ക് വിളിക്കുന്നു. പാപ്പന്റെ വൈഫിന്റെ ബന്ധത്തിൽപ്പെട്ട ഒരു പയ്യന് വേണ്ടിയിട്ട് ശോശയെ ആലോചിക്കാനായിരുന്നു അത്. ജർമ്മനിയിലായിരുന്നു ആ പയ്യന് ജോലി. റോണി എന്നാണ് അവന്റെ പേര്. ഈ വിവരം ജോൺസന്റെ അടുത്ത് ഒന്ന് അവതരിപ്പിക്കണമെന്ന് സിബിയോട് പാപ്പൻ പറയുന്നു. അങ്ങനെ സിബി ഇത് ജോൺസണോട് പറയുകയും റോണിയുടെ വീട്ടുകാര് ശോശയെ പെണ്ണ് കാണാൻ വരികയും ചെയ്യുന്നുണ്ട്. റോണിക്കൊരു സഹോദരിയും കൂടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ കണ്ടതും അനിതയ്ക്ക് തോന്നുന്നുണ്ട് ആ പെൺകുട്ടിയെ നമുക്ക് ഷാരോണിന് വേണ്ടി ആലോചിച്ചാലോ എന്ന്. റോണിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അങ്ങനെ റോണിയും ശോശയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ശോശ സിബിയെ വിളിക്കുന്നുണ്ട്. സിബിയെ അടുത്ത് നിർത്തിയിട്ട് റോണിയോട് പറയുന്നുണ്ട് ഞാനും സിബിയും കുറച്ച് നാളായിട്ട് ഇഷ്ടത്തിലാണെന്ന്. എനിക്ക് റോണിയെ ഇഷ്ടമല്ല, അതുകൊണ്ട് റോണിയായിട്ട് തന്നെ ഈ കല്യാണം മുടക്കണമെന്ന്. ഇത് കേട്ട് ശരിക്കും സിബിയുടെ കിളി പോയി. കാരണം ഇന്നേ വരെ ശോശയ്ക്കും അവനും ഇടയിൽ അങ്ങനെ ഒരു ബന്ധമില്ല. അവൻ ഒരിക്കലും ശോശയെ അങ്ങനെ കണ്ടിട്ടേയില്ല. ശോശ തന്റെ മുഖത്ത് നോക്കി റിജക്ട് ചെയ്ത കാരണം റോണി ആകെ ഒരു ചമ്മലായിരുന്നു. എന്നാലും അവൻ പറയുന്നുണ്ട് എനിക്കും തന്നെ ഇഷ്ടമായില്ല എന്ന്. റോണി പോയി കഴിയുമ്പോൾ സിബി അവളോട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇങ്ങനൊരു കള്ളം പറഞ്ഞെന്ന്. പക്ഷെ താൻ പറഞ്ഞത് കള്ളമല്ല എന്നും എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നും ശോശ തുറന്നു പറയുന്നു. സിബിക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. അവനത് ആലോചിച്ചിട്ട് പനി പോലും പിടിച്ചിരുന്നു. അച്ഛനോട് അവനത് തുറന്നു പറയാനും പറ്റിയില്ല. ബേബി ആകട്ടെ എങ്ങനെയെങ്കിലും സിസിലിയെ വിവാഹം കഴിക്കണം എന്നൊരൊറ്റ ചിന്തയിലാണ് നടക്കുന്നത്. അങ്ങനെ പിന്നീട് ഇവർ പള്ളിയിൽ പോകുമ്പോഴൊക്കെ ശോശ സിബിയെ നോക്കുമ്പോൾ സിബിക്ക് അവളെ ഫേസ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതിനിടെ ബേബി ആകട്ടെ സിസിലിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് സിസിലിയുടെ മകള് വന്ന ബേബി ഒരുപാട് വഴക്കു പറയുന്നു. ഇത് തുടങ്ങിയിട്ട് കുറെ നാളായെന്നറിയാം, ഇനി ആൾക്കാരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കരുതെന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി ദേഷ്യത്തിൽ അവിടെ നിന്നും പോവുകയാണ്. ശോശ അന്ന് സിബിയുടെ വീട്ടിലേക്ക് വരുന്നു. തന്നെ കണ്ടിട്ട് എന്തിനാ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നടക്കുന്നതെന്നും ചോദിക്കുന്നു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ഒരു പരിചയമില്ലാത്ത ഒരുത്തനെ കെട്ടി അവന്റെ വീട്ടിൽ പോയി നരകിച്ച് അവനെ ഇഷ്ടപ്പെടാതെ അവനെ ഡിവോഴ്സും ചെയ്ത് ഇവിടെ വന്ന് തിരിച്ചു നിൽക്കുന്നതിലും ഭേദം നിന്നെ തന്നെ കെട്ടുന്നതാണെന്ന് അവള് പറയുന്നു. അവള് പറയുന്നതെല്ലാം ശരിയാണെന്ന് സിബിക്കും തോന്നി. അവളെ ഇഷ്ടപ്പെടാതിരിക്കാൻ സിബിക്ക് ഒരു കാരണവുമില്ലായിരുന്നു. അതുകൊണ്ട് പതിയെ പതിയെ സിബിയും അവളെ സ്നേഹിക്കാൻ തുടങ്ങി. അവളുടെ
സഹോദരൻ ഷാരോൺ ഉടനെ തന്നെ UK-യിൽ നിന്ന് വരും. വന്നാലുടനെ തങ്ങളുടെ കാര്യം ഷാരോൺ ചേട്ടായെ അറിയിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവരുടെ പ്രണയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഷാരോൺ വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലെത്തി എല്ലാവരെയും കണ്ട ശേഷം കുറച്ചു ദിവസം കഴിഞ്ഞ് ഷാരോൺ തോട്ടത്തിൽ പോയി സിബിയെ കാണുന്നു. സിബിയോട് പറയുന്നുണ്ട് കുറച്ച് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യണം, അതിന് പറ്റിയ ഏതെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന്. അവന്റെ ആ സംസാരം കേട്ടപ്പോൾ സിബിക്ക് ചെറുതായിട്ടൊരു പേടി തോന്നി. ശോശ എന്തായാലും ഇവനോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും, അതിനെപ്പറ്റി സംസാരിക്കാനാണെന്ന് സിബി വിചാരിക്കുന്നു. അതേസമയം ബേബിയും സിസിലിയും ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നത് പാപ്പന്റെ ആൾക്കാർ കാണുകയും പാപ്പനെ അറിയിക്കുകയും ചെയ്യുന്നു. അവർ ബസ് ഇറങ്ങിയതും പാപ്പൻ അവരെ കൈയോടെ പിടികൂടി സിസിലിയെ അവിടെ നിന്നും പിടിച്ചു വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ബേബി അപ്പൊ തന്നെ കാര്യം സിബിയെ വിളിച്ചു പറയുന്നു. സിബി നേരെ പോയി പാപ്പന്റെ ആൾക്കാരെ അടിക്കുന്നു. ബന്ധുവാകാൻ പോകുന്നത് കൊണ്ട് പാപ്പനെ മാത്രം അവൻ വെറുതെ വിടുന്നുണ്ട്. എന്നിട്ട് അവർ കേസ് കൊടുക്കുന്നതിന് മുൻപേ തന്നെ തങ്ങൾക്ക് അടി കിട്ടി എന്നുള്ള രീതിയിൽ സിബിയും ബേബിയും ഹോസ്പിറ്റലിൽ പോയി കിടക്കുന്നു. പാപ്പൻ കേസ് കൊടുക്കുന്നതിന് മുൻപ് തന്നെ സിബി കേസ് കൊടുത്തിരുന്നു. അതേ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് പാപ്പന്റെ ആൾക്കാരെയും കൊണ്ടുവരുന്നത്. അവിടെ വന്നിരുന്ന പള്ളിയിലച്ചനാകട്ടെ പാപ്പനെ ഉപദേശിക്കുന്നു. കാലം ഇത്രയായില്ലേ, ഇനിയെങ്കിലും സിസിലിയും ബേബിയും ഒന്നിക്കാൻ അനുവദിച്ചൂടെ എന്ന് ചോദിക്കുന്നു. കാരണം സിസിലിയുടെ ഹസ്ബൻഡ് ഇനി തിരിച്ചു വരാൻ പോകുന്നോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. പള്ളി വക അവരുടെ ബന്ധം അസാധുവാക്കാൻ സാധിക്കും. അതുകൊണ്ട് സിസിലിക്ക് ബേബിയെ വിവാഹം കഴിക്കാനും പറ്റും. എന്നാൽ പാപ്പൻ ഇപ്പോഴും അതിനെ എതിർത്ത് തന്നെ നിൽക്കുകയായിരുന്നു. സിസിലി ബേബിയെ വിളിക്കുന്നതൊന്നും തന്നെ അവരുടെ മകൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർ ഫോൺ ചെയ്യുന്നത് കാണുമ്പോഴെല്ലാം തന്നെ ആ പെൺകുട്ടി സിസിലിയുമായിട്ട് വഴക്കിടുന്നു. ഷാരോൺ സിബിയെയും കൂട്ടി മലമുകളിൽ പോയി നിന്ന് സംസാരിക്കുകയാണ്. ഷാരോൺ പറയാൻ ഉദ്ദേശിച്ചത് സിബിയുടെയും ശോശയുടെയും കാര്യമായിരുന്നില്ല. ഷാരോണിന്റെ വിവാഹം അടുത്ത മാസം UK-യിൽ വെച്ച് നടക്കാനിരിക്കുകയാണ്. ഇത് കേട്ട് സിബി ഞെട്ടിപ്പോയി. അത് തന്റെ വീട്ടിൽ അവതരിപ്പിക്കണമെങ്കിൽ സിബിയുടെ സഹായം വേണമായിരുന്നു ഷാരോണിന്. നമ്മുടെ കൂട്ടക്കാരാണോ എന്ന് സിബി ചോദിക്കുന്നു. ആണെന്ന് ഷാരോൺ പറയുന്നു. എന്നാ പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഏറ്റുവെന്നാണ് സിബി പറയുന്നത്. ആൾ എപ്പോ വരുമെന്ന് അവൻ ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ എത്തുമെന്ന് ഷാരോൺ പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഷാരോണിന്റെ പാർട്ട്ണറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നു. എന്നാൽ അവിടെ വെച്ചാണ് സിബി ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാക്കുന്നത്. ഷാരോൺ സ്നേഹിക്കുന്നത് നാദൻ എന്ന് പറയുന്ന ഒരാളെയാണ്. അവർ രണ്ടുപേരും ഒരു ഗേ കപ്പിളായിരുന്നു. സിബിക്ക് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിച്ചില്ല. അന്നു മുതൽ സിബി ആകെ ടെൻഷനിലാണ്. ജോൺസണോടും അനിതയോടും ഈ കാര്യം പറയുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോലും അവന് വയ്യ. ഷാരോൺ ആകട്ടെ സിബിയുടെ പുറകെ തന്നെ കൂടിയിരിക്കുകയാണ്. വീട്ടിൽ ഇക്കാര്യം അവതരിപ്പിക്കാൻ സിബിക്ക് മാത്രമേ പറ്റൂ. സിബി ഷാരോണിനെ കാണുമ്പോൾ ഓടി ഒളിക്കാൻ തുടങ്ങി. ഒടുവിൽ ഷാരോൺ സിബിയെ പിടിച്ചു നിർത്തിയിട്ട് അവനോട് പറയുന്നുണ്ട്, നിന്നെ കൊണ്ട് മാത്രമേ ഇത് വീട്ടിൽ പറയാൻ പറ്റൂന്ന്, എന്നെ ഒന്ന് സഹായിക്കണമെന്നും. സിബി അപ്പോഴും അതൊന്നും അംഗീകരിക്കാനേ തയ്യാറല്ലായിരുന്നു. ഇത് വളരെ മോശപ്പെട്ട കാര്യമാണെന്ന് അവൻ ഷാരോണിനോട് പറയുന്നു. തൽക്കാലം വീട്ടിൽ പറയുന്നത് ഇപ്പോഴേ പറയണ്ട, പക്ഷെ ഞാൻ അവന് ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. നാദനെ ഞാൻ ഈ നാടെല്ലാം ചുറ്റിക്കാണിക്കാമെന്ന്. അതുകൊണ്ട് നീ എന്തായാലും ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഷാരോൺ പറയുന്നു. അങ്ങനെ ഷാരോണിനെയും നാദനെയും കൊണ്ട് സിബി ആ നാടെല്ലാം ചുറ്റിക്കാണിക്കുന്നു. അവരത്ര ക്ലോസ് ആയിട്ട് ഇടപഴകുന്നത് ഒന്നും തന്നെ സിബിക്ക് ഇഷ്ടപ്പെടുന്നേ ഉണ്ടായിരുന്നില്ല. സിബി എപ്പോഴും നാദനിൽ നിന്ന് ഒരു അകലം പാലിച്ചാണ് ഇരുന്നത്. ഷാരോണും നാദനും ഷാരോണിന്റെ വീട്ടിൽ തന്നെയായിരുന്നു താമസം. ഷാരോണിന്റെ വീട്ടുകാരോടെല്ലാം തന്നെ നാദൻ വളരെയധികം ക്ലോസ് ആയി. എന്നാൽ അവർക്ക് ആർക്കും അപ്പോഴും അറിയില്ലായിരുന്നു ഷാരോണും നാദനും തമ്മിലൊരു റിലേഷൻഷിപ്പിലാണെന്ന്. അതിനിടെ വീട്ടുകാരുടെ നിർബന്ധപ്രകാരം ഷാരോണിന് റോണിയുടെ സഹോദരിയെ പെണ്ണ് കാണാൻ പോകേണ്ടി വരുന്നു. ഷാരോൺ ആ പെൺകുട്ടിയോട് തനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ലെന്ന് പറയുന്നതിന് മുൻപ് തന്നെ ആ പെൺകുട്ടി പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്ന്. റോണിയെ വിളിച്ചിട്ട് ശോശ റിജക്ട് ചെയ്തതിന് പകരം വീട്ടാൻ വേണ്ടിയിട്ടാണ് ആ പെൺകുട്ടി ഇപ്പോൾ ഷാരോണിനെ കാണാൻ വേണ്ടി സമ്മതിച്ചത് തന്നെ. അവളായിട്ട് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറിയത് നന്നായി എന്ന് ഷാരോണിനും തോന്നുന്നു. എന്നാൽ ഇവർ രണ്ടുപേരും സംസാരിക്കുന്ന കണ്ടിട്ട് നാദൻ തെറ്റിദ്ധരിക്കുന്നു. വീട്ടുകാരുടെ നിർബന്ധപ്രകാരം തന്നെ ഒഴിവാക്കിയിട്ട് ഷാരോൺ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കുമോ എന്നുള്ള പേടി നാദനിലുണ്ടായിരുന്നു. അന്ന് രാത്രി വീട്ടിലെത്തി കഴിയുമ്പോൾ നാദൻ അതിന്റെ പേരിൽ ഷാരോണുമായിട്ട് പിണങ്ങുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കാര്യം നിന്റെ വീട്ടിൽ അറിയിക്കണമെന്ന് നാദൻ പറയുന്നു. എന്നാൽ എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല എന്നാണ് ഷാരോൺ പറയുന്നത്. സിബി വിചാരിച്ചാൽ മാത്രമേ അത് നടക്കൂ. തൽക്കാലം നീ UK-ക്ക് തിരിച്ചു പോകാൻ ഷാരോൺ നാദനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് നാദൻ ആകെ സങ്കടത്തിലായിരുന്നു. ഷാരോൺ അവനെ പോയി സമാധാനിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിന്ന് അനിത കാണുന്നു. അവർക്കിടയിൽ വേറെ എന്തോ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അനിതയ്ക്ക് ഡൗട്ട് തോന്നാൻ തുടങ്ങി. സിബി ഇതെല്ലാം ആലോചിച്ച് ടെൻഷൻ അടിച്ചിരിക്കുന്ന കണ്ടിട്ട് ബേബി കാര്യം അന്വേഷിക്കുന്നു. അങ്ങനെ സിബി പറയുന്നു, എനിക്ക് 2 പ്രശ്നങ്ങളുണ്ടെന്ന്. ആദ്യത്തെ പ്രശ്നം വലിയ കുഴപ്പമില്ല, രണ്ടാമത്തെ പ്രശ്നം കുറച്ച് സീരിയസ് ആണെന്ന് അവൻ പറയുന്നു. അങ്ങനെ രണ്ടാമത്തെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഷാരോൺ ഗേ ആണെന്ന് കേട്ടതും ബേബിയുടെ പാതി ജീവൻ പോയി. അങ്ങനെയെങ്കിൽ ആദ്യത്തെ പ്രശ്നം എന്താണെന്ന് ബേബി ചോദിക്കുന്നു. താനും ശോശയും തമ്മിലൊരു റിലേഷൻഷിപ്പിലാണെന്ന് അവൻ തുറന്നു പറയുന്നു. ഇത് കേട്ടതോടെ ബേബി വീണ്ടും തളർന്നു വീഴുന്നു. സിബി ആകട്ടെ പിറ്റേന്ന് ജോൺസണോട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. പിറ്റേന്ന് അനിതയാകട്ടെ സിബിയെ വിളിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്നു. പോകുന്ന വഴിയെല്ലാം അവർ
അവരാകെ ടെൻഷനിലായിരുന്നു. പള്ളിയിലെത്തിക്കഴിയുമ്പോൾ അവർ സിബിയോട് പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ കണ്ട ഷാരോണിനെയല്ല ഇപ്പോൾ വീട്ടിൽ കാണുന്നതെന്ന്. അവനും നാഥനും തമ്മിൽ എന്താ റിലേഷൻഷിപ്പ് എന്ന് ചോദിക്കുന്നു. സിബിക്ക് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരികയാണ്. അത് കേട്ടതും അനിത ആകെ തകർന്നു പോകുന്നു. എന്നാൽ സിബി അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇത് കേട്ടപ്പോൾ മമ്മിക്ക് ഇത്രയും വിഷമം തോന്നിയെങ്കിൽ ഇത്രയും കാലം ഇതൊന്നും ആരോടും തുറന്നു പറയാതെ മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന ഷാരോൺ ചേട്ടായിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകുമെന്ന്. അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നു. അവര് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് ഷാരോണിനെ പോയി കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇതൊന്നും ആരോടും പറയാൻ പറ്റാതെ അവൻ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരിക്കാമെന്ന് അവർക്ക് മനസ്സിലായി. അന്ന് രാത്രി തന്നെ അവരത് ജോൺസണോടും പറയുന്നുണ്ട്. ജോൺസൺ ഇത് വലിയൊരു ഷോക്കായിരുന്നു. പിറ്റേന്നാകട്ടെ നാഥൻ തിരിച്ച് UK പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അടുത്ത മാസം അവരുടെ വിവാഹം നടക്കേണ്ട ഡേറ്റില് ഷാരോൺ എത്തുമോ എന്ന് നാഥൻ ഇപ്പോഴും ഡൗട്ടായിരുന്നു. നാഥൻ സിബിയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്കിടയിലെ പ്രണയം നീയെങ്കിലും മനസ്സിലാക്കണമെന്ന്. ഞാൻ ഇത്രയൊന്നും ആരെയും സ്നേഹിച്ചിട്ടില്ല, എന്നെ ആരും ഇത്രയധികം സ്നേഹിച്ചിട്ടില്ല. അതുകൊണ്ട് ഷാരോണിനെ എനിക്ക് ലൈഫ് ലോങ് കൂടെ വേണം. ഷാരോണിന്റെ വീട്ടുകാരെയെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവരുടെ കൂടെ ഇനിയും ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഷാരോൺ എന്റെ അടുത്തേക്ക് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിപ്പോൾ പോകുന്നതെന്നും നാഥൻ പറയുന്നു. നാഥൻ കരയുന്ന കണ്ടിട്ട് ശരിക്കും സിബിക്കും വിഷമം തോന്നാൻ തുടങ്ങിയിരുന്നു. പപ്പയും അമ്മയെല്ലാം ടെൻഷനായിരിക്കുന്ന കണ്ടിട്ട് ശോഷ സിബിയെ വിളിച്ചിട്ട് കാര്യം തിരക്കുന്നു. എന്നാൽ സിബി അവളോട് കാര്യം ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. ആ സമയത്താണ് ജോൺസൺ അവിടേക്ക് കയറി വരുന്നത്. ജോൺസൺ ആകെ ടെൻഷനിലാണ് ബേബിയുടെ അടുത്ത് വന്നിരിക്കുന്നത്. ഷാരോണിന്റെ കാര്യം ആലോചിച്ച ടെൻഷൻ അടിക്കുന്നെങ്കിൽ അത് നിന്റെ ചിന്താഗതിയൊക്കെ മാറ്റുമ്പോഴേക്ക് ശരിയായിക്കോളൂ എന്ന് അവൻ പറയുന്നുണ്ട്. ഇനി ശോശയും ഇവനും തമ്മിലുള്ള പ്രണയമാണെങ്കിൽ അത് വേണമെങ്കിൽ ഞാൻ ഉപദേശിക്കാമെന്ന് ബേബി പറയുന്നു. ഇത് കേട്ടതും ജോൺസൺ ഞെട്ടുന്നു. ആ കാര്യം ഇപ്പോഴും ജോൺസൺ അറിയില്ലായിരുന്നു. ബേബിയുടെ വായിൽ നിന്ന് അത് വീണതും സിബി ആകെ ടെൻഷനിലായി. ദേഷ്യം വന്ന ജോൺസൺ ആകട്ടെ സിബിയെ ഒരുപാട് വഴക്ക് പറയുന്നു. ഇത്രയും കാലം പപ്പാമമ്മയെന്ന് പറഞ്ഞ് കൂടെ നടന്നത് ഇതിനു വേണ്ടിയായിരുന്നു എന്ന് അവനോട് ചോദിക്കുന്നു. അവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ജോൺസൺ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി മേലാൽ എന്റെ പറമ്പിൽ കയറി പോകരുതെന്ന് കൂടി പറഞ്ഞിട്ടാണ് അവിടെ നിന്നും ജോൺസൺ ഇറങ്ങിപ്പോകുന്നത്. എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും ജോൺസൺ ഷാരോണിനോട് ഇതുവരെയും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അന്ന് നടന്ന സംഭവങ്ങളെല്ലാം ആലോചിച്ച് ആകെ വിഷമത്തിലായിരുന്നു ബേബി. ആ വിഷമത്തിൽ അയാൾ സിസിലിയെ കാണാൻ പോകുന്നു. സിസിലിയോട് ജനലിലൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് അവരുടെ മകൾ കാണുകയും വലിയ പ്രശ്നമാവുകയും ചെയ്യുന്നുണ്ട്. ബേബിയോട് അവിടെ നിന്ന് പോകാൻ പറയുന്നു. എന്നിട്ട് മകൾ വന്ന് സിസിലിയെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. മമ്മയ്ക്ക് നാണമില്ലേന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു. അവസാനം ക്ഷമ നശിച്ച് സിസിലി പറയുന്നുണ്ട്, ഇനി ആർക്കും വേണ്ടിയിട്ട് എന്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന്. എനിക്ക് ബേബി ഇഷ്ടമാണെന്നും ഞാൻ അയാളെ വിവാഹം കഴിക്കുമെന്നും അവർ പറയുന്നു. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം നീ എന്റെ കൂടെ നിന്നാ മതി. പലരും പറയുന്ന കേട്ടിട്ട് ഞാൻ എന്റെ ജീവിതം തൊലച്ചു. ഇനിയും ഞാൻ ബേബിയോടുള്ള സ്നേഹം കണ്ടില്ലാന്ന് വെക്കുന്നത് ശരിയല്ല എന്നും അതുകൊണ്ട് ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ ബേബിയുടെ കൂടെ തന്നെ ജീവിക്കുമെന്നും അവർ ഉറപ്പിച്ചു പറയുന്നു. ആ പെൺകുട്ടിക്ക് പിന്നീട് ഒന്നും തന്നെ പറയാൻ തോന്നിയില്ല. പിറ്റേന്ന് ശോശയാകട്ടെ നേരെ സിബിയെ കാണാൻ വരുന്നുണ്ട്. എന്തുവാണ് ശരിക്കും പ്രശ്നമെന്നറിയാൻ. ഒടുവിൽ സിബി തുറന്നു പറയുന്നുണ്ട്, നിന്റെ സഹോദരൻ ഒരു ഗേ ആണെന്ന്. അത് അവൾക്കും വലിയൊരു ഷോക്കായിരുന്നു. മാത്രമല്ല നമ്മുടെ കാര്യം നിന്റെ പപ്പ അറിഞ്ഞു എന്ന് അവൻ പറയുന്നുണ്ട്. എല്ലാം കേട്ടപ്പോൾ ശോശയ്ക്ക് തല പെരുക്കാൻ തുടങ്ങി. അവള് പറയുന്നുണ്ട്, എന്തിനാ ഷാരോണിന്റെ കാര്യം എന്നോട് മറച്ചു വെച്ചതെന്ന്. നീ എന്നോടെല്ലാം ഷെയർ ചെയ്യുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് അവനോട് വഴക്കിട്ടിട്ടാണ് ശോശ അവിടെ നിന്നും പോകുന്നത്. അവൾ ഷാരോണിനോട് സംസാരിക്കുന്നുണ്ട്. ചേട്ടായിക്ക് ഇത് എന്നോട് തുറന്നു പറഞ്ഞാൽ പോരായിരുന്നു എന്നും അവൾ ചോദിക്കുന്നു. മറ്റാരെങ്കിലും പറഞ്ഞ് അറിയുന്നതിലും ഭേദം ചേട്ടായി തന്നെ തുറന്നു പറയുന്നതായിരുന്നു നല്ലത്. പിറ്റേന്ന് പള്ളിയിലെത്തിയ സിസിലിയുടെ മകളാകട്ടെ അച്ഛനോട് പറയുന്നുണ്ട്, അമ്മയുടെയും ബേബി അങ്കിളിന്റെ വിവാഹത്തിന് തനിക്ക് സമ്മതമാണെന്ന്. സിസിലി ഇനിയും കഷ്ടപ്പെടുത്തുന്നത് ശരിയല്ല എന്ന് അവൾക്ക് തോന്നി. സിബിയും കൂടി വിളിച്ചു നിർത്തിയാണ് അവൾ ആ കാര്യം പറയുന്നത്. വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ മകളും സിസിലിയും സിബിയുടെ വീട്ടിലേക്ക് വരും. പിന്നീട് അങ്ങോട്ട് സിബിയുടെ അനിയത്തിയായിട്ട് ഈ പെൺകുട്ടിയും അവിടെ തന്നെ ജീവിക്കുമെന്ന് അവൻ പറയുന്നു. ഈ സന്തോഷ വാർത്ത താൻ തന്നെ നേരിട്ട് ബേബി അറിയിച്ചോളാമെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നാൽ അന്ന് വീട്ടിൽ എക്സസൈസ് ചെയ്തുകൊണ്ടിരുന്ന ബേബിയുടെ മുൻപിലേക്ക് സിസിലിയുടെ ആദ്യത്തെ ഭർത്താവ് ജോയ് വരുന്നു. ജോയിയെ കണ്ടതും ബേബി ബോധം കെട്ട് വീണിരുന്നു. അയാൾ അത് സിബിയെ അറിയിക്കുന്നു. ജോയി ഈ നാട്ടിലെത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും കാണും. പാപ്പന്റെ മുൻപിൽ എത്തുന്നതിന് മുൻപ് തന്നെ ജോയിയെ കൈയോടെ പിടികൂടണം, അല്ലെങ്കിൽ ബേബിയും സിസിലിയും തമ്മിലുള്ള വിവാഹം നടക്കില്ല എന്നും ബേബി പറയുന്നു. അങ്ങനെ സിബി ജോയിയെ അന്വേഷിച്ചിറങ്ങുന്നു. അതേസമയം സിസിലിയുടെ മകളാകട്ടെ ബേബിയെ കണ്ടിരുന്നു. ബേബിയും കൂട്ടിക്കൊണ്ടുപോയി അവർ കവലയിൽ നിൽക്കുന്നതെല്ലാം തന്നെ പാപ്പന്റെ ആൾക്കാർ കാണുന്നുണ്ട്. അമ്മയുമായിട്ടുള്ള കല്യാണത്തിന് എനിക്ക് സമ്മതമാണെന്ന് ബേബിയോട് ആ കുട്ടി പറയുന്നു. മകൾ സമ്മതിച്ചത് കാരണം ബേബിക്ക് സന്തോഷമായിരുന്നു. എന്നാൽ അപ്പോഴും ജോയി തിരിച്ചു വന്നത് ആലോചിച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു ബേബിക്ക്. ഒടുവിൽ സിബിക്ക് വിവരം കിട്ടുന്നുണ്ട് ജോയി പള്ളിയിലുണ്ടെന്ന്. അങ്ങനെ അവർ നേരെ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. ജോയിയെ കാണുന്നു. അയാൾ എന്തൊക്കെയോ പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളായിരുന്നു പറയുന്നത്. ജോയിയെ മറ്റാരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അവിടെ തന്നെ നിർത്തുകയാണ്. ജോയി എങ്ങോട്ടെങ്കിലും പോകുന്നു എന്നുള്ളത് ബേബി നോക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. പെരുന്നാൾ നടക്കുന്ന സമയമാണ്. എല്ലാരും പള്ളിയിൽ വന്നിട്ടുണ്ട്. ആരും തന്നെ ജോയിയെ കാണാതിരിക്കാൻ അവർ പരമാവധി ശ്രമിച്ചു.
എന്നാൽ ഇവരുടെയൊക്കെ കണ്ണു വെട്ടിച്ച് ജോയ് നേരെ സിസിലിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. സിസിലിക്കും മകൾക്കും അത് വലിയൊരു ഷോക്കായിരുന്നു. എന്നാൽ സിസിലിയുടെ മകളാകട്ടെ ഒട്ടും തന്നെ പേടിക്കാതെ അയാളോട് ചോദിക്കുന്നുണ്ട് പപ്പയുടെ ഉദ്ദേശം എന്താണെന്ന്. എന്തായാലും ഞങ്ങൾക്ക് പപ്പയുടെ കൂടെ ഇനിയൊരു ജീവിതം സാധ്യമല്ല. ഞാൻ പിച്ച വെച്ച് നടക്കുന്നത് പോലും പപ്പ കണ്ടിട്ടില്ല. എനിക്ക് ഇന്നേ വരെ ഒരു മിഠായി പോലും വാങ്ങി തന്നിട്ടില്ല. ഇപ്പോൾ എന്റെ അമ്മയും ബേബിയങ്ങളും തമ്മിലുള്ള വിവാഹം നടക്കാനിരിക്കുകയാണ്. അവർ ഒരുപാട് നാളായിട്ട് ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് പപ്പ ഒരു തടസ്സമായിട്ട് നിൽക്കരുതെന്നും ആ പെൺകുട്ടി പറയുന്നു. ജോയിക്കും അതിൽ മറുത്തൊന്നും പറയാനില്ലായിരുന്നു. എന്റെ വഴികളിൽ നിങ്ങളൊരു തടസ്സമായിരുന്നു. നിങ്ങളുടെ വഴിയിൽ ഞാനും ഒരു തടസ്സമാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഒരുമിച്ച് പോകാത്തത് തന്നെ നല്ലതെന്ന് പറഞ്ഞിട്ട് ജോയ് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. അവരുടെ വിവാഹത്തിൽ പ്രശ്നമുണ്ടാക്കുമെന്ന് കരുതിയിരുന്ന ജോയി പോലും അവരുടെ വിവാഹത്തിന് സമ്മതിച്ചിട്ട് പോയിരിക്കുകയാണ്. ഇത്രയും കാലം പാപ്പൻ പറഞ്ഞുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കൊണ്ടുവരുമെന്നും ഈ വിവാഹം നടത്തില്ല എന്നുമായിരുന്നു. ഇനിയിപ്പോൾ അതിന്റെ പേരിൽ പാപ്പനെയും പേടിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ബേബിയുടെയും സിസിലിയുടെയും കല്യാണം അവർ തീരുമാനിക്കുകയാണ്. അതിനിടയ്ക്കാണ് അവർ മറ്റൊരു കാര്യം അറിയുന്നത്. റോണിയുമായിട്ട് വീണ്ടും ശോശയുടെ ആലോചന തുടങ്ങിയിരിക്കുന്നു. അവർ ശോശയുടെ റോണിയുടെയും വിവാഹം നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ശോശ വന്ന് ജോൺസണോട് സംസാരിക്കുന്നുണ്ട്. ഷാരോണിന്റെ ജീവിതത്തിന് ഒരു തടസ്സവുമായിട്ട് പപ്പ നിൽക്കരുതെന്നും ചേട്ടായി തിരിച്ചു പൊയ്ക്കോട്ടെ എന്നും അവള് പറയുകയാണ്. അവളുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അയാൾക്കും തോന്നുന്നുണ്ട് താൻ ഷാരോണിനോട് ചെയ്യുന്നത് തെറ്റാണെന്ന്. അയാൾ അപ്പോൾ തന്നെ ഷാരോണിന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവന്റെ പാസ്പോർട്ട് തിരിച്ചു കൊടുക്കുന്നു. അവനോട് കുറച്ചു നേരം സംസാരിക്കുന്നുണ്ട്. ഇതുപോലെ എപ്പോഴെങ്കിലും നിന്റെ അടുത്ത് ഞാൻ വന്നിരുന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ നീ എന്നോട് നേരത്തെ തന്നെ പറയുമായിരുന്നു. അതൊന്നും താൻ ചെയ്യാതിരുന്നതാണ് താൻ ചെയ്ത വലിയ തെറ്റെന്നും അയാൾ പറയുന്നു. അങ്ങനെ ഷാരോണിന്റെ നാഥന്റെ വിവാഹത്തിന് അവരുടെ വീട്ടുകാരെല്ലാം തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ശോശ തന്നെ ഒഴിവാക്കിയിട്ട് റോണിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതിൽ ആകെ ദേഷ്യത്തിലായിരുന്നു സിബി അവളോട് ഫോണിലൂടെ ഒരുപാട് മോശമായിട്ട് സംസാരിക്കുന്നു. നീ എന്നെ തേച്ചിട്ട് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട്. ആകെ സങ്കടത്തിലായി സിബി ആകട്ടെ നേരെ ഒരു തോക്ക് എടുത്തിട്ട് ജോൺസന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അയാളുടെ കയ്യിൽ ആ തോക്ക് പിടിപ്പിച്ചിട്ട് പറയുന്നുണ്ട് എന്നെ അങ്ങ് കൊന്നേക്കാൻ. സിബി അവളോട് പറയുന്നുണ്ട് നീ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒറ്റ കാരണത്താലാണ് ഈ വീടുമായിട്ടുള്ള എന്റെ എല്ലാ ബന്ധവും തകർന്നത് തന്നെ. എന്നിട്ട് അവസാനം നീ എന്നെ തേച്ചിട്ട് പോവുകയാ. അപ്പോഴേക്കും ബേബി അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ജോൺസൺ ആണ് സമ്മതിക്കാത്തതെങ്കിൽ മോൾ ഇറങ്ങി വാ എന്ന് ബേബി പറയുന്നുണ്ട്. എന്നാൽ ശോശി ഇതൊന്നും കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ നിൽക്കുകയായിരുന്നു. ആരും തന്നെ ഒന്നും മിണ്ടുന്നില്ല. ഷാരോൺ പോലും ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് ബേബി ദേഷ്യപ്പെടുന്നുണ്ട്. അവസാനം അവരാരും ഇതിനൊന്നും സമ്മതിക്കില്ല എന്ന് മനസ്സിലാക്കി ദേഷ്യപ്പെട്ട് ഇവർ രണ്ടുപേരും ജീപ്പ് എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയതും ശോശ പറയുന്നുണ്ട് ആ ജീപ്പ് അവിടെ ഇട്ടിട്ട് പോകാൻ. അതെന്റെ അപ്പന്റെ പേരിലുള്ള ജീപ്പാ. അതുകൊണ്ട് താക്കോൽ അവിടെ ഇട്ടിട്ട് നടന്നു പോയാൽ മതി എന്ന് അവൾ ദേഷ്യത്തിൽ പറയുന്നു. ഇതും കൂടെ കേട്ടപ്പോഴത്തേക്ക് ശരിക്കും സിബിക്ക് ആകെ വിഷമമായി. അവൻ സങ്കടത്തോടു കൂടി അവിടെ നിന്നും അപ്പനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. എന്നാൽ ശോശ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി എന്ന് ജോൺസണ് തോന്നുന്നുണ്ട്. അത്രയൊന്നും പറയണ്ടായിരുന്നു. അവർ വിഷമിച്ച എവിടെ നിന്നും പോയത്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരില്ല എന്നും അയാൾ പറയുന്നു. എന്നാൽ ശോശ പറയുന്നുണ്ട് അവന്റെ കാര്യം എനിക്കറിയാം. അവൻ അങ്ങനൊന്നും പോകില്ല എന്നും എന്തായാലും നാളെ തന്നെ തിരിച്ചു വരുമെന്നും. അവളുടെ ആ ഊഹം ശരിയായിരുന്നു. അവരവിടെ നിന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അവരാ മതിലിന്റെ അപ്പുറം അവളെ നോക്കി തന്നെ നിൽപ്പുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് കുറെ ദിവസങ്ങൾക്ക് ശേഷം ബേബിയുടെയും സിസിലിയുടെയും കല്യാണമാണ്. ആ കൂട്ടത്തിൽ തന്നെ സിബിയുടെയും ശോശയുടെയും കല്യാണം നടക്കുന്നുണ്ട്. അവർക്കിടയിലെയും എല്ലാ പ്രശ്നങ്ങളും തീർന്നിരുന്നു. ഷാരോൺ നാഥന്റെ അടുത്തേക്ക് തിരിച്ചു പോയിരുന്നു. അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് UK-യിൽ താമസിക്കുകയാണ്. അങ്ങനെ അപ്പന്റെയും മകന്റെയും കല്യാണം ഒരേ ദിവസം നടക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.